നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കും എല്ലാവർക്കും അറിയാം, വ്യാഴമാണ് ഒരു ജാതകത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പുരോഗതിയെയും അവരുടെ പ്രശസ്തിയൊക്കെ പ്രദാനം ചെയ്യുന്ന ദശാനാഥൻ. അപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം, പ്രകൃതിയിൽ വ്യാഴം ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. 12 വർഷം കൊണ്ട് 12 രാശികൾ പ്രവേശിച്ച് കഴിയും. ഇതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നതിന് കാരണം. ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ 12 വർഷം. വ്യാഴം 12 രാശിയിലും സഞ്ചരിച്ച് കഴിയുമ്പോൾ ഒരു വ്യാഴവട്ടം കഴിയും. 12 വർഷം പൂർത്തിയാവും. വ്യാഴം ഇങ്ങനെ ഓരോ രാശിയിലേക്ക് പ്രവേശിക്കുന്നതനുസരിച്ച് വ്യാഴത്തിൻ്റെ മാറ്റം അതാത് സമയങ്ങളിൽ പ്രകൃതിക്ക് തന്നെ ബാധിക്കും. ഇപ്പോൾ പ്രകൃതിയിൽ സമ്പത്തിനെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന മാനവരാശിയെ പൂർണ്ണമായി ബാധിക്കും. അപ്പോൾ ഓരോ രാശിക്കാർക്ക് ആ ഗ്രഹത്തിൻ്റെ റേഡിയേഷൻ, ആ ഗ്രഹത്തിൻ്റെ ദൃഷ്ടി, ആ ഗ്രഹത്തിൻ്റെ പ്രകാശം ഓരോ രാശിക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യാഴം ഇപ്പോൾ മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു. പ്രവേശിക്കുകയാണ്, ഇടവൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. 1199 ആണ്ട് മേടമാസം 18-ാം തീയതി 2024 മെയ് മാസം 1-ാം തീയതി വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഇനി ഒരു വർഷക്കാലം വ്യാഴഭഗവാൻ ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുകയാണ്. അപ്പോൾ ഇടവൻ രാശിയിൽ നിൽക്കുന്നതോളം കാലം ഓരോ ഇടവൻ രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഓരോ രാശിക്കാരെ വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ ഈ ചാനലിലൂടെ നോക്കി വരണേ. ഇന്ന് മിഥുനൻ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് നോക്കാൻ പോണേ. മകയിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗവും ചേർന്നതാണ് മിഥുനം രാശി. മിഥുനൻ രാശിക്കാർക്ക് വ്യാഴം ഇടവത്തിലേക്ക് വരുമ്പോൾ, സഞ്ചരിച്ചെത്തുമ്പോൾ 12ലേക്ക് വ്യാഴം വരികയാണ്. വ്യാഴം സഞ്ചരിച്ചെത്തുന്നത് എവിടെയാണ്? 12ലേക്ക് വ്യാഴം വരികയാണ്. 12-ാം വ്യാഴം. വളരെ സൂക്ഷിക്കണം മിഥുനൻ രാശിക്കാർ. 12ലേക്ക് വ്യാഴം വരുമ്പോൾ ദൈവാധീനത്തിൻ്റെ കാരകത്വം വഹിച്ച ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ ദൈവാധീനം മറയും. അപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നില്ല. അമ്പലത്തിൻ്റെ മുമ്പ് കൂടി പോയാലും ദേവാലയത്തിൻ്റെ മുമ്പ് കൂടി പോയാലും അവിടെ കയറാനോ പ്രാർത്ഥിക്കാനോ സാധിക്കാതെ വരും. സ്ഥിരം അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരും അല്ലെങ്കിൽ മോസ്കിലോ പള്ളിയിലോ പൊയ്ക്കൊണ്ടിരിക്കുന്നവരും പോകാൻ തോന്നാത്ത അവസ്ഥയുണ്ടാവും. കാരണം ദൈവാധീനം മറയും. പിന്നെയോ ധനത്തിൻ്റെ കാരകത്വം വഹിച്ച ഗ്രഹമാണ് വ്യാഴം. ധനപുഷ്ടിയെ കുറയ്ക്കും. സാമ്പത്തിക ബ്ലോക്ക് വരും. അപ്പോൾ പൈസ ഇടപാടുകളിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. മുൻകരുതൽ തരേണ്ട ഏറ്റവും സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും പേടിക്കേണ്ടവർ 12ൽ വ്യാഴം നിൽക്കുന്നവരാണ്. 12-ാം വ്യാഴം ശരിക്ക് ഈശ്വരാധീനം മറയും, സാമ്പത്തികമായി ഞെരുങ്ങും. കയ്യിലിരിക്കുന്ന പൈസയെല്ലാം ബ്ലോക്കായി പോവും. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ ഈ സമയത്ത് നിങ്ങൾ വളരെ മാറി നിൽക്കണം. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. അതായത് ജോലിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതൊഴിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ ഊഹക്കച്ചവടങ്ങളിലോ സാമ്പത്തിക ഇടപാടുകളിലോ
ഒന്നും തന്നെ കൈവയ്ക്കരുത്. ഇപ്പോൾ തരാം എന്ന് പറഞ്ഞ് ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോയാൽ പോലും നിങ്ങൾക്ക് ആ ധനം തിരിച്ചു വരാതെ വരും. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. നമ്മൾ വിചാരിക്കും ഞാൻ പൈസ, എൻ്റെ കയ്യിലെ പൈസയൊക്കെ ഉണ്ട്, എനിക്ക് വരവുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നവിടെ നടക്കുമെന്നുള്ളതിനെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെടും. നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമുക്ക് അടിവരണേ. നമ്മൾ ഈ സമയത്തെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലമേ ഉള്ളൂ 12 വ്യാഴം. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ 12 വ്യാഴം വരത്തുള്ളൂ. അപ്പോൾ ഈ സമയം വളരെ മോശപ്പെട്ട സമയം. അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ശ്രീരാമസ്വാമി രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് ശ്രീരാമസ്വാമി അഗസ്ത്യ മഹർഷിയെ അഭയം തേടി. അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് പോയി അമ്പും വില്ലും ഒക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചു, സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. ഭഗവാനെ, സാക്ഷാൽ വിഷ്ണുവാണ് അവതാരം എടുത്ത് വന്നതെങ്കിലും ഭൂമിയിൽ ജനിച്ചു പോയാൽ ഗ്രഹങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് അതിജീവിച്ചു പോകാൻ ആരാലും സാധ്യമല്ല. ഗ്രഹങ്ങളാണ് മായ. മായാവലയത്തിൽ നമ്മൾ അകപ്പെട്ടു പോവും. അപ്പോൾ ഇത് ബാധിക്കും. അപ്പോൾ രാമന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം മഹർഷി ശ്രേഷ്ഠൻ പറഞ്ഞു, അല്ലയോ രാമ, ഇതാ രാവണന് 12ലേക്ക് വ്യാഴം വരികയാണ്. നീ ഈ സമയത്ത് രാവണനെ കൊന്നാൽ രാവണനെ വധിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നീ 12 വർഷം വീണ്ടും കാത്തിരിക്കേണ്ടി വരും. അത്ര മോശപ്പെട്ട സമയമാണ് 12 വ്യാഴം. ആത്മലിംഗം വച്ച് ആരാധിക്കുന്ന മഹാബ്രാഹ്മണ ശ്രേഷ്ഠനാണ് ശരിക്ക് രാവണൻ. അത്ര ശക്തനാണ്, ഈശ്വര തുല്യനായിട്ടുള്ളവനാണ്, അത്ര പവർഫുള്ളായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ വധിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ തന്നെ അവതാരം എടുത്ത് വരേണ്ടി വന്നു. അതിനൊപ്പം ഈ സമയവും കൂടി തിരഞ്ഞെടുക്കേണ്ടി വന്നു. അങ്ങനെ 12 വ്യാഴം നിൽക്കുന്ന സമയത്താണ് രാവണനെ വധിക്കാൻ സാധ്യമായത് എന്നാണ്. അത്ര ഒരാളിന് നെഗറ്റീവായി നിൽക്കുന്ന സമയമാണ്. നമുക്ക് നേരെ കേസ്, വഴക്ക്, പ്രശ്നങ്ങൾ, നമ്മളെ നേരെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് 12 വ്യാഴം നിൽക്കുന്ന സമയം. അതുകൊണ്ട് ഈ സമയത്ത് ഒരു കാരണവശാലും ധന ഇടപാടുകളിൽ കൊണ്ട് കൈവയ്ക്കരുത്. എന്ത് ദശയെ നിങ്ങൾക്ക് നിൽക്കട്ടെ, എന്ത് അപകാരങ്ങളോ നിങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കട്ടെ, 12 വ്യാഴം നിൽക്കുന്ന സമയം ശ്രദ്ധിച്ചേ തീരുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും ഒരേ ഒരു പ്രതിവിധിയേ ഉള്ളൂ. അത് ദൈവാധീനം തന്നെയാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കണം. അതിന് വ്യാഴനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വ്യാഴൻ്റെ ദേവതയായ വിഷ്ണു ഭഗവാനെ തന്നെ ഭജിക്കണം. വിഷ്ണു പ്രീതി വരുത്തണം. വിഷ്ണുവിനെ പ്രാർത്ഥിക്കണം. അതിലേറ്റവും എളുപ്പ വഴി വിഷ്ണു മന്ത്രം എപ്പോഴും ജപിക്കാൻ പറ്റുന്ന മന്ത്രം ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രമായ ഷോഡശ മഹാമന്ത്രം തന്നെയാണ്. കലിയുഗത്തിൽ വിപത്തുകൾ അകലാൻ വേണ്ടി, രക്ഷ നേടാൻ വേണ്ടി നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേക്കാണ് പ്രാധാന്യം. ഹരേ എന്ന് പറഞ്ഞാൽ ഹരിക്കണേ ഭഗവാനെ. ഹരേ രാമ, അല്ലയോ രാമ, എൻ്റെ എല്ലാ ദുരിതങ്ങളും എൻ്റെ കഷ്ടതയും മാറ്റിത്തരണേ. അല്ല ഹരേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, എൻ്റെ ദുരിതങ്ങൾ മാറ്റിത്തരണേ. എത്ര പ്രാവശ്യം രാമ കൃഷ്ണ എന്ന് വിളിക്കുന്നുവോ അത്രയും പ്രാവശ്യം നമ്മൾ ഹരേ എന്ന മന്ത്രം ഉരുവിടും. അതാണ് ഷോഡശ മഹാമന്ത്രം ജപിക്കുക. ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ഈ ചാനലിലൂടെ കുറേ പ്രോഗ്രാമുകൾ ചെയ്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിത്യജ്യോതിഷം. എല്ലാ ദിവസവും ഭക്തരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ചെയ്യാവുന്നതും ചെയ്തുകൂടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ ലഘു വിവരണം രാവിലെ തന്നെ എല്ലാ ദിവസവും ഞങ്ങൾ തരുന്നുണ്ട്. രാവിലെ 6 മണിക്ക്
നിങ്ങൾ നോക്കി ഞങ്ങളുടെ ചാനലിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെ പാടില്ല അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമെങ്കിൽ എപ്പോൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നു, യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടി, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് യഥാസമയത്ത് ലഭ്യമാവും. അതുപോലെ തന്നെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങൾ ദുബായിലൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. കരാമയിൽ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന സ്ഥാപനം. വിദേശ മലയാളികൾക്ക് അവിടെ വന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊണ്ട് എല്ലാ മാസവും നിശ്ചിത ദിവസം അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. അതേപോലെ തന്നെ UAE ഒരു പ്രധാന മലയാള ചാനലായ NTVയിൽ 1 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രോഗ്രാം എല്ലാ ഞായറാഴ്ചയും 12 മണി മുതൽ 1 മണി വരെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നു. നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ സൗകര്യങ്ങളെല്ലാം നമ്മളെ അറിവനുസരിച്ച് എൻ്റെ സുഹൃത്തുക്കളും ഇപ്പോൾ തന്നെ 4 ലക്ഷത്തോളം മലയാളികളെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞു. 4 ലക്ഷത്തോളം ആളുകളെ 49 ലോകരാജ്യങ്ങൾ കൺസൾട്ട് ചെയ്ത് നോക്കി. അവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിലൂടെ ഇത്തരം പ്രോഗ്രാം കൂടി ചെയ്തു വരുന്നത്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ മിഥുന രാശിക്കാർക്ക് കഷ്ടതയിൽ നിന്ന് ഈ പ്രാർത്ഥനയൊക്കെ നടത്തി ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.